ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, 2024 ജനുവരി 1 തീയതി ദൈവം നമുക്കൊരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ നമുക്കത് സ്വീകരിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ എല്ലാവരുടെയും പുറകിലായി. ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നതിനെ പോലെ ചക്ക് നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഒരു പരാജയമാണ് നമ്മൾ കാണുക. അവൻ അധ്വാനിക്കാൻ മടി, അലസത, അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളോട് കടന്നുപോയി. പെട്ടെന്നാണ് അവനൊന്ന് ഉണർന്നത്. അപ്പോഴേക്കും അവിടുത്തെ മുന്തിരികളെല്ലാം അവർ ശേഖരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോതമ്പ് വയലുകളിലെ ഗോതമ്പെല്ലാം. എങ്കിലും അവൻ വിശ്വാസത്തോടെ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. കണ്ടോ? അപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു വ്യക്തിക്കുണ്ടായാൽ അയാൾ എല്ലാവരുടെയും മുൻപന്തിയിലെത്തും. ആരൊക്കെ അവൻ്റെ മുൻപിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, പക്ഷേ ദൈവം ഇവൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുടെ മുൻപിലേക്ക് ഇവൻ കടന്നു വരും. എന്നിട്ട് പറയുകയാണ്, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്ക് നിറച്ചു. മുന്തിരിപ്പഴം അവരൊക്കെ ശേഖരിച്ചു പോയി, പിന്നെ അവിടേക്ക് തിരികെ കിടന്നുള്ളൂ. പക്ഷേ ഇവൻ്റെ കൂടെ ദൈവം ഉണ്ടായതുകൊണ്ട് മുന്തിരിപ്പഴം ശേഖരിക്കുന്നതിനെ പോലെ ചക്ക് നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായുന്ന എല്ലാവർക്കും വേണ്ടി. അതെ, അപ്പം ഈ ഒരു വർഷത്തിൽ ദൈവത്തെ നമുക്ക് കൂട്ടുപിടിക്കാം. നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കും, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ. പക്ഷേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. ആ ഒരു ഉറച്ചു നിൽക്കാനുള്ള കൃപ നമുക്ക് വേണം. നന്മയിൽ ഉറച്ചു നിൽക്കാൻ, തിന്മയോട് വേണ്ട എന്ന് പറയുവാൻ, തിന്മയുടെ മുൻപിൽ കീഴടങ്ങാതിരിക്കാൻ ഈ ഒരു വർഷം അതിനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ഒരു പുതിയൊരു വർഷം നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, എത്രയോ വലിയ ഭാഗ്യമാണ് 2024 കാണാൻ നീ എന്നെ അനുവദിച്ചത്. നന്മയിൽ ഉറച്ചു നിൽക്കാൻ, അവിടുത്തെ വഴി വിട്ട് നടക്കാതിരിക്കാനുള്ള ഒരു ആത്മബലം, നീതിയിൽ ഉറച്ച് ജീവിക്കുവാൻ ഒരു വലിയ കൃപ നീ എനിക്ക് നൽകണമേ എന്ന് ഈ ആരാധനയിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. കരുതാനിതുപോലൊരു ദൈവം വേറില്ലീ ഭൂമിയിലെങ്ങും. കണ്ണിൻ മണി പോലെ അവൻ കാക്കും തൻ കൈകളിൽ. കരുതാനിതുപോലൊരു ദൈവം വേറില്ലീ ഭൂമിയിലെങ്ങും. കണ്ണിൻ മണി പോലെ അവൻ കാക്കും തൻ കൈകളിൽ. ആകാശപ്പറവകളെല്ലാം പുലരുന്നതു കാണുന്നില്ലേ? അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെയും പുലർത്തുകില്ലേ? ആകാശപ്പറവകളെല്ലാം പുലരുന്നത് കാണുന്നില്ലേ? അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെയും പുലർത്തുകില്ലേ? തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.